കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ എംഎൽഎ ആയിരുന്ന പി.വി. അൻവറിന്റെ എൽ.ഡി.എഫ് വിടലും യു.ഡി.എഫിലേക്കുള്ള പ്രവേശനവും. വെറുമൊരു മുന്നണി മാറ്റം എന്നതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിക്കും എതിരെയുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി യു.ഡി.എഫിൽ അസോസിയേറ്റ് അംഗത്വം നേടിയതോടെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി താൻ മാറുമെന്ന് അൻവർ അടിവരയിടുന്നു. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച് കെ.എസ്.യു യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ തലത്തിലൂടെ വളർന്ന അൻവർ ഇടക്കാലത്ത് കോൺഗ്രസുമായി പിണങ്ങി സ്വതന്ത്രനായി മത്സരിച്ചാണ് ശ്രദ്ധേയനായത്. പിന്നീട് എൽ.ഡി.എഫിന്റെ പിന്തുണയോടെ 2 തവണ നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തി. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഇടതുപക്ഷവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വഷളാക്കി. സ്വർണ്ണക്കടത്ത്, ഫോൺ ചോർത്തൽ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ CPM-നെ പ്രതിരോധത്തിലാക്കി. തുടർന്നാണ് അദ്ദേഹം രാഷ്ട്രീയ വഴി വെട്ടിത്തെളിച്ചതും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ കേരളത്തിലെ മുഖമായി മാറി യു.ഡി.എഫിന്റെ ഭാഗമായത്. ഒതായിലെ തന്റെ വസതിയിൽ വെച്ച് അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രധാന പോയിന്റ് പിണറായിസം എന്ന പ്രയോഗമായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും താൽപര്യങ്ങൾക്ക് വഴങ്ങുന്നുവെന്നാണ് അൻവറിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസിനെ ലക്ഷ്യം വെച്ചാണ് മരുമോനിസം എന്ന വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്നത്. പിണറായി വിജയന്റെ രാഷ്ട്രീയ പാരമ്പര്യം റിയാസിലൂടെ തുടരാനുള്ള നീക്കങ്ങൾ ചെറുക്കുക എന്നതാണ് തന്റെ പ്രധാന രാഷ്ട്രീയ ദൗത്യമെന്നും അൻവർ പ്രഖ്യാപിക്കുന്നു. താൻ മത്സരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഈ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ തകർക്കുന്നതിനാണെന്ന് അദ്ദേഹം പറയുമ്പോഴും അത് കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. നിലമ്പൂരിൽ അൻവർ ഇനി മത്സരിക്കില്ലെന്ന് ഉറപ്പായതോടെ കേരളം ഉറ്റുനോക്കുന്നത് അദ്ദേഹം എവിടെ മത്സരിക്കുമെന്നതാണ്. ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാന മണ്ഡലങ്ങൾ നിരവധിയാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ അൻവർ മത്സരിക്കുമെന്ന ആവശ്യം യു.ഡി.എഫ് അണികൾക്കിടയിൽ ശക്തമാണ്. മരുമോനിസത്തിന് അറുതി വരുത്താൻ ബേപ്പൂരിൽ തന്നെ പോരാടുക എന്ന തന്ത്രമാണിവിടെ. ബേപ്പൂരിൽ ഇതിനോടകം തന്നെ അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ യു.ഡി.എഫിനുണ്ടായ മുന്നേറ്റം അൻവറിന് ആത്മവിശ്വാസം നൽകുന്നു. KT ജലീലിന്റെ മണ്ഡലമായ തവനൂരിലും അൻവറിന്റെ പേര് ചർച്ചയിലുണ്ട്. ജലീലും അൻവറും തമ്മിലുള്ള വാക്പോരുകൾ കണക്കിലെടുക്കുമ്പോൾ ഇവിടുത്തെ ഒരു പോരാട്ടം വാശിയേറിയതായിരിക്കും. എന്നാൽ ഇത്തവണ ജലീൽ മത്സരിക്കാൻ സാധ്യത കുറവാണെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായി ഇവിടെയും അൻവറിനായി ചർച്ചകൾ നടക്കുന്നുണ്ട്. മലബാർ മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ അൻവറിന് കഴിയുമെന്ന വിശ്വാസത്തിലാണ് ലീഗിലെ ഒരു വിഭാഗം. യു.ഡി.എഫിന്റെ പ്രവേശനത്തിന് പിന്നാലെ അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. കേന്ദ്ര ഗവൺമെന്റിന്റെ PM ശ്രീ പദ്ധതിയോട് കേരളം കാണിക്കുന്ന മനോഭാവം BJP-യുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന് അൻവർ ആരോപിക്കുന്നു. മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് BJP-യുമായി മുഖ്യമന്ത്രിക്ക് രഹസ്യബന്ധമുണ്ടെന്നാണ് അൻവറിന്റെ വാദം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നു. BDJS-നെ LDF-ന്റെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇത് മതേതരത്തിന് ഭീഷണിയാണെന്നും അൻവർ പറയുന്നു. ശബരിമലയിലെ ക്രമീകരണങ്ങളിൽ വന്ന പാളിച്ചകളെ അൻവർ വിശ്വാസവുമായി ബന്ധിപ്പിച്ചു. വിശ്വാസികളില്ലാത്തവരെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചതാണ് ശബരിമലയിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഹിന്ദു വോട്ടുകളെ കൂടി ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന് കരുതാം. അൻവറിന്റെ വരവിനെ കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങളും പൂർണ്ണമായി സ്വാഗതം ചെയ്തിട്ടുണ്ടോ എന്നതും പ്രസക്തമാണ്. മുൻപ് ആര്യനാടൻ ഷൗക്കത്തുമായി കടുത്ത തർക്കത്തിലായിരുന്ന അൻവർ ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുവെന്ന് വ്യക്തമാക്കുന്നു. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അൻവറിന്റെ സ്വാധീനം ഗുണകരമാകുമെന്ന് ലീഗും കരുതുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും അതാണ് യു.ഡി.എഫിന്റെ വിജയത്തിന് കാരണമെന്നുമാണ് അൻവറിന്റെ വിലയിരുത്തൽ. ഒരു കാലത്ത് തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെട്ടിരുന്ന CPM-നെതിരെ അവർ തൊഴിലാളി സമരങ്ങളെ അടിച്ചമർത്തുകയാണെന്ന് അൻവർ കുറ്റപ്പെടുത്തുന്നു. ജനകീയ വിഷയങ്ങളിൽ നിന്ന് സർക്കാർ അകന്നുപോയെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് 100-ലധികം സീറ്റുകൾ നേടി അധികാരം പിടിക്കുമെന്ന് അൻവർ പ്രവചിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മലബാർ മേഖലയിൽ യു.ഡി.എഫിന് വലിയ ഊർജ്ജം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇടതുപക്ഷം ഈ ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നും ബേപ്പൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അൻവറിനെ നേരിടാൻ എന്ത് തന്ത്രം മെനയുമെന്നും വരും ദിവസങ്ങളിൽ അറിയാം. കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ അൻവർ സൃഷ്ടിച്ചിട്ടുള്ള അഴിമതി വിരുദ്ധ പോരാളി എന്ന പ്രതിച്ഛായ വോട്ടായി മാറുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പി.വി. അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു എന്നതിലും തർക്കമില്ല.